എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്, സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്. സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും, സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ അത്ഭുത കരങ്ങൾ നീട്ടി ചിലരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന, ചിലരുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നിയ അത്ഭുതങ്ങളെ ചെയ്ത ചില സാക്ഷ്യങ്ങളാണ് ആദ്യമായിട്ട് ജ്യോതിയാണ് പങ്കുവെക്കുന്നത്. ജ്യോതി പറയുന്നത്, പെട്ടെന്നൊരു ദിവസം തനിക്ക് നെഞ്ചുവേദനയെ തുടർന്നിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ 3 ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതിൽ 2 പെട്ടെന്ന് തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, അത് നീക്കം ചെയ്തു. എന്നാൽ ഒരു ബ്ലോക്ക് കുറച്ച് സിവിയർ ആകാനും, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞത് സിവിയർ ആണ്, ബൈപ്പാസ് അല്ലാതെ ഒരു വഴിയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ വേദനയോടെ ആയിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ മെഡിക്കൽ കോളേജിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സിസ്റ്റർ പറയുന്നത്, തനിക്ക് ഓക്സിജൻ മാസ്ക് കൂടാതെ ശ്വസിക്കാൻ കഴിയത്തില്ല. തൻ്റെ സോഡിയത്തിൻ്റെ ലെവലും ഡയബറ്റിക്കും അല്ല ഷുഗറിൻ്റെ ലെവലും ഇതെല്ലാം ക്രമാതീതമാകാനിടയായി. തൻ്റെ ശരീരം ആരോഗ്യാവസ്ഥയിൽ നിന്ന് താഴോട്ട് വന്നു. സർജറി ചെയ്യാൻ കഴിയുന്ന ഒരു ആരോഗ്യസ്ഥിതി അല്ലായിരുന്നു തനിക്കുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ തൻ്റെ ശരീരം വീക്കാവുവാനും പ്രയാസത്തിലേക്കൊക്കെ വന്നു. സർജറി നടക്കത്തില്ല എന്ന് പറഞ്ഞ് പ്രതീക്ഷയില്ലാതെ തന്നെ ഡോക്ടേഴ്സ് വീട്ടിൽ പറഞ്ഞു വിട്ടു. ഓക്സിജൻ മാസ്ക് കൂടാതെ തനിക്ക് ശ്വസിക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു താനായിരുന്നത്. എന്നാൽ തൻ്റെ സഹോദരിയുടെ വീട്ടിൽ ഒരു പ്രെയർ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെൽ മീറ്റിംഗ് നടക്കുമ്പോൾ, അന്ന് പ്രാർത്ഥനയെ തുടർന്ന് താൻ ആ മാസ്ക് മാറ്റുവാനിടയായി. എന്നാൽ വളരെ അത്ഭുതത്തോടെ, വളരെ സന്തോഷത്തോടെ സിസ്റ്റർ പറയുന്നത്, അതിനുശേഷം തൻ്റെ ആരോഗ്യം മെച്ചപ്പെടുവാനിടയായി. തൻ്റെ ജീവിതം നന്മയിലേക്ക് വന്നു, സന്തോഷത്തിലേക്ക് വന്നു. തൻ്റെ ക്രമാതീതമായിരുന്ന എല്ലാ കാര്യങ്ങളും അത് നിയന്ത്രണാതീതമായി. അനുഗ്രഹിക്കപ്പെട്ട മെച്ചപ്പെട്ട ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് വന്നു. ഇന്ന് ഈ സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ പ്രതീക്ഷയില്ലാതെ ജീവിതത്തിലായിരുന്ന നിങ്ങളോട് കർത്താവ് സംസാരിക്കുക, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് കൈവിട്ടു എന്ന് പറഞ്ഞ അവസ്ഥയിലായിരിക്കുന്ന ചിലരോട് കർത്താവ് സംസാരിക്കുക, ഇത് നിന്റെ അവസാനമല്ല, ഇത് നിന്റെ അവസാനമല്ല. പ്രതീക്ഷയില്ല എന്ന് പറയുന്നത് അതൊരു മനുഷ്യൻ്റെ വാക്കാണ്. എന്നാൽ ഇത് നിന്റെ അവസാനമല്ല.
കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാനായി പോകുന്നു. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ എന്നോടൊപ്പം വിശ്വാസത്തോടെ ചിലതിനെ അനുഭവിച്ചാട്ടെ, വിശ്വാസത്തോടെ ചില സൗഖ്യത്തിലേക്ക് വന്നാട്ടെ. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. എല്ലാത്തിനും ബാത്റൂമിൽ പോകാനും ഒന്നും കഴിക്കാനൊക്കെ എടുത്തിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഭർത്താവ് തന്നെ ചെയ്യും. മകള് കൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടിരുത്തി വെള്ളം എടുത്ത് ഒഴിച്ച് ഒരു കപ്പ് വെള്ളം പോലും ഒഴിക്കാൻ പറ്റില്ല. നെഞ്ഞ് വേദനിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ ഇങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ കിടന്നു. പിന്നെ ഭർത്താവ് വന്നു കഴിഞ്ഞാൽ എന്നെ കൂട്ടിക്കൊണ്ട് പോകുമല്ലോ ഹോസ്പിറ്റലിലേക്ക്. മേമയ്ക്ക് ഓക്സിജൻ ഇല്ലാതെ ശ്വസിക്കാൻ പറ്റില്ല. ഇത് ഇപ്പം പറ്റില്ല, വേഗം ജില്ലാ ആസ്പത്രിയിലേക്ക് മാറ്റിക്കോളി. കംപ്ലീറ്റ് ആയിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത, മരുന്ന് പ്രതിരോധിക്കാത്ത രീതിയിലായി. ഇൻക്യുബേറ്ററിൽ കൊണ്ടുവന്ന് ഇട്ടു, 1.5 ദിവസം അതിലിട്ടു. അതിൽ നിന്ന് മാറ്റിയിട്ട് ICU 1.5 ആഴ്ച അതിൽ കിടന്നു. ഇപ്പോൾ ഒരു ബൈപ്പാസ് സർജറി ഈ ശരീരത്തിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച ആ സെക്കൻഡിൽ തന്നെ മേമയ്ക്ക് ശ്വാസം തിരിച്ചു കിട്ടി. വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പോലും പറ്റാത്ത രീതിയിലാണ് ഇന്ന് മേമ ഞങ്ങളുടെ ഫ്രണ്ടിലായിരിക്കുന്നത്. നാട്ടുകാരെല്ലാവരും മരിച്ചു പോകും എന്ന് പറഞ്ഞിട്ടാണ് കാണാൻ വരുന്നത്. പക്ഷേ അവരുടെ നടുവിൽ ഞങ്ങളുടെ സ്ഥലത്ത്, ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ ഏറ്റവും വലിയൊരു സാക്ഷിയാണ് ചെറിയമ്മ. ജ്യോതി സിസ്റ്ററും നിഷ സിസ്റ്ററുമാണ്. ജ്യോതി സിസ്റ്ററുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അസാധാരണമായൊരു വിടുതലാണ് നമ്മൾ കേൾക്കാനായി പോകുന്നത്. പ്രത്യേകിച്ച് തനിക്ക് ഒന്നിനും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു, രോഗാവസ്ഥയായിരുന്നു. സിസ്റ്റർ തന്നെ നമ്മോട് പറയും എങ്ങനെയാണ് ജ്യോതി സിസ്റ്ററെ നമ്മുടെ ചർച്ചിലോട്ട് വരുന്നത്. ഷുഗറാണ് കണ്ടത് ഫസ്റ്റ്. അപ്പോൾ ഒരു ദിവസം നെഞ്ഞ് വേദനയായിരുന്നു. ഷുഗർ കണ്ടിട്ട് കുറേ ആയി, 2, 3, 4 വർഷം, അങ്ങനെ 5 വർഷമായി. അപ്പോൾ നെഞ്ഞ് വേദനിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ ഇങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ കിടന്നു. അപ്പോൾ ഭർത്താവ് ഇവിടെ ഒരു ബുക്ക് കടയുണ്ടായിരുന്നു, പുസ്തകക്കട, വിദ്യാർത്ഥിനി മിത്ര പറഞ്ഞിട്ട്. അപ്പോൾ ആ കടയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് 7 മണിയാകുമ്പോൾ വീടെത്തുള്ളൂ. അപ്പം ഞാൻ നെഞ്ഞുവേദനയായിട്ട് ഇങ്ങനെ പൊളഞ്ഞുകൊണ്ട് കിടക്കണ സമയത്ത് എൻ്റെ ഭർത്താവ് വന്നു കഴിഞ്ഞാൽ എന്നെ കൂട്ടിക്കൊണ്ട് പോകുമല്ലോ ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞ് വൈകിട്ട് 7 മണിക്ക് ഭർത്താവ് വന്ന് ചായ പോലും കുടിക്കാതെ ഓട്ടോ എടുത്തിട്ട് എന്നെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞു ഇത് ഇപ്പം പറ്റില്ല, വേഗം തൃശ്ശൂർ ഇവിടെ ജില്ലാ ആസ്പത്രിയിലേക്ക് മാറ്റിക്കോളി, വേഗം പ്രശ്നം ശ്വാസമുട്ടലും ഒന്നും ഇവിടെ ഇതാകില്ല, എന്നെ കൊണ്ടുള്ള മരുന്ന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഫിക്സ് വന്ന് താഴെ വീണു എന്നാണ് അല്ലേ, കട്ടിലിൽ നിന്ന്. ബ്രദർ ചെറിയച്ചൻ വരുമ്പോഴേക്കും മേമ നെഞ്ചുവേദന കട്ടിലിൽ നിന്ന് താഴേക്ക് വീണു. ഒന്നുമില്ല, വീണു. പിന്നെ ഭർത്താവ് പൊക്കിക്കൊണ്ടുപോയി അവരാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. ചെറിയച്ചൻ ഹോസ്പിറ്റലിൽ അങ്ങനെ ജില്ലാ ആസ്പത്രിയിൽ കൊണ്ടുപോയി ഇൻക്യുബേറ്ററിൽ കൊണ്ടുവന്ന് ഇട്ടു. 1.5 ദിവസം അതിലിട്ടു. അതിൽ നിന്ന് മാറ്റിയിട്ട് ICU 1.5 ആഴ്ച അതിൽ കിടന്നു. 1.5 ആഴ്ച കിടന്നു. അത് കഴിഞ്ഞിട്ട് അവർ ബെഡിലേക്ക് പിന്നെ മാറ്റി കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇത് ബ്ലോക്ക് ഉണ്ട്, അതിലെ ഇത് എന്തായാലും എടുക്കണം. ഞങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്നത് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്തപ്പോൾ 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. നിഷ സിസ്റ്റർ ഒന്ന് പറയാമോ? 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു ബ്രദറെ. അതിൽ 2 എണ്ണം എടുക്കാം, ഇവിടുന്ന് ചെയ്തിട്ട് ആന്റിപ്ലാസ്റ്റ് ചെയ്ത് എടുക്കാം. ബാക്കി ഒന്ന് അത് കൂടുതലായതുകൊണ്ട് ബൈപ്പാസ് സർജറി ചെയ്താൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 2 എണ്ണം ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് മാറ്റി. പിന്നുള്ള 1 എണ്ണം വന്നിട്ട് കോഴിക്കോട് പോകണം പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അവര് എഴുതി കൊടുത്തു. പക്ഷെ അപ്പോഴും മേമയ്ക്ക് ഓക്സിജൻ ഇല്ലാതെ ശ്വസിക്കാൻ പറ്റില്ല. ആൾക്ക് ഓക്സിജൻ മാസ്ക് ഇട്ടിട്ടാണ് ശ്വസിച്ചുകൊണ്ടിരുന്നത്. ഓക്സിജൻ മാറ്റിയാൽ ശ്വാസം ഒട്ടും കിട്ടാത്ത അവസ്ഥയിലായിരുന്നു. ഉടനെ തന്നെ ഇവര് കോഴിക്കോടിലേക്ക് പോയി. പക്ഷേ ശരീരം ഫുൾ ആൻഡ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത, മരുന്ന് പ്രതിരോധിക്കാത്ത രീതിയിലായി. സോഡിയം കുറഞ്ഞു, ഷുഗർ കൂടിയതായി, ബ്ലഡ് വേണം പറഞ്ഞു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഈ കണ്ടീഷനിൽ സർജറി, ഇപ്പോൾ ഒരു ബൈപ്പാസ് സർജറി ഈ ശരീരത്തിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് വിഷമത്തോട് കൂടിയിട്ട് അവരുടെ ഓക്സിജനോട് മാസ്കോട് കൂടി തന്നെ വീണ്ടും വീട്ടിലേക്ക് വന്നു. പക്ഷെ ഞങ്ങളുടെ വീട്ടിലൊരു സെൽ മീറ്റിംഗ് ഉണ്ട്. ഞങ്ങൾ ആ സെല്ല് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ്, ഒരുപാട് ആളുകൾക്ക് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ സെല്ല്. അതിലേക്ക് മേമയെ ഒന്ന് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ ആ മാസ്ക് മാറ്റിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. പക്ഷെ പ്രാർത്ഥിച്ച ആ സെക്കൻഡിൽ തന്നെ മേമയ്ക്ക് ശ്വാസം തിരിച്ചു കിട്ടി. എല്ലാത്തിനും എടുത്തിട്ട് പോകണം, എല്ലാത്തിനും ബാത്റൂമിൽ പോകാനും ഒന്നും കഴിക്കാനൊക്കെ എടുത്തിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഭർത്താവ് തന്നെ ചെയ്യും. അതിലെ മകളാണ് വന്ന് കുളിപ്പിക്കുക. മകള് കൊണ്ടുപോയി റൂമിൽ കൊണ്ടിരുത്തി വെള്ളം എടുത്ത് ഒഴിച്ച് ഒരു കപ്പ് വെള്ളം പോലും ഒഴിക്കാൻ പറ്റില്ല. അപ്പം ശ്വാസം മുട്ടും. വേണ്ട പറഞ്ഞ് ഞാൻ കത്ത് മോളോട് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ എന്നെ എടുത്ത് കെട്ടിൽ കണ്ട് തന്നെ കിടത്തിയിട്ട്
ഇതായി. ആ ഒരൊറ്റ പ്രാർത്ഥനയിൽ ബ്രദറെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പോലും പറ്റാത്ത രീതിയിലാണ് ഇന്ന് മേമ ഞങ്ങളുടെ ഫ്രണ്ടിലായിരിക്കുന്നത്. Amen. അത് മുതൽ ആള് പൂർണ്ണ സൗഖ്യമായി, ഷുഗർ നോർമലായി, ബ്ലഡ് കറക്റ്റായി, ആ സോഡിയം കുറഞ്ഞ അവസ്ഥ മാറിപ്പോയി. Amen. ഒരു നാട്ടുകാരെല്ലാവരും മരിച്ചു പോകും എന്ന് പറഞ്ഞിട്ടാണ് കാണാൻ വരുന്നത്, രോഗിയെ കാണാൻ വരുന്നത് മരിച്ചു പോകും എന്നുള്ള അവസ്ഥയിലാണ്. പക്ഷേ അവരുടെ നടുവിൽ ഞങ്ങളുടെ സ്ഥലത്ത്, ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ ഏറ്റവും വലിയൊരു സാക്ഷിയാണ് ചെറിയമ്മ. ഇന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഇതെല്ലാം കാണുന്ന ആളല്ല, ആള് മെലിഞ്ഞ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് ഞങ്ങൾ എടുത്തുകൊണ്ട് പോയ അവസ്ഥയാണ്. പക്ഷെ വേറെ എവിടെയും പോയില്ല. അതുപോലെ സ്വർണ്ണമൊക്കെ വിറ്റോ, ശ്വാസം കിട്ടാത്തത് കൊണ്ട് സ്വർണ്ണമൊക്കെ വിറ്റു, ബാങ്കിൽ കാശിട്ടിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് നോക്കാം എന്ന് ചെറിയച്ഛനും വീട്ടുകാരും പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, 1 രൂപ പോലും നമ്മുടെ അപ്പൻ പിശാചനായിട്ട് കൊടുക്കാൻ വിടത്തില്ല. ആ പൈസ 1 രൂപ പോലും ചെലവാക്കാതെ കണ്ട് ഒരു പ്രശ്നവും ഇല്ലാതെ അത് പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരുമെന്ന് ഞങ്ങൾ പറഞ്ഞു. അതുപോലെ ആ കാശ് ഇപ്പോഴും അക്കൗണ്ടിൽ തന്നെ കിടക്കുന്നുണ്ട്. അതിൽ 1 രൂപ പോലും എടുക്കാൻ എൻ്റെ അപ്പൻ സമ്മതിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രയാസം ഉണ്ടായിരുന്ന സമയത്ത് ഷുഗർ ലെവലൊക്കെ ഒത്തിരി വേരി ചെയ്യും. ഷുഗർ കൂടുതൽ ഇൻസുലിൻ എടുക്കേണ്ട അവസ്ഥയായിരുന്നു. 3 നേരം ഇൻസുലിൻ എടുക്കണം. 3 നേരം ഇൻസുലിൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. ഇവിടെ നിന്നൊന്നും ഭക്ഷണം ഇറങ്ങത്തില്ലായിരുന്നു. ഇവിടെ എല്ലാവർക്കും ജോലി ഞാനാ ചെയ്തു കൊടുക്കണം ആ വീട്ടില്. ഇന്നിപ്പോ സകല ജോലിയും ഭവനത്തിൽ 1 വർഷമായി എല്ലാവർക്കും ആഹാരം ഞാൻ തന്നെയാണ് ആ വീട്ടിൽ പാകം ചെയ്ത് കൊടുക്കണം. വളരെ എക്സൈറ്റഡ് ആയിട്ട് അമ്മയുടെ സാക്ഷ്യം എല്ലാ ജോലിയും ചെയ്യും. എല്ലാ ജോലിയും ചെയ്യും. ഭാരം എടുക്കേണ്ട പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അധിക ദൂരം നടക്കരുത്, സ്റ്റെപ്പ് കയറരുത് എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്നെല്ലാം മാറി ഇന്ന് സ്റ്റെപ്പ് കയറാം. അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ സഭയിൽ, ചർച്ചില് എല്ലാ ആരാധനയിലേക്കും വരും. ഞാൻ ചോദിക്കുന്നത്, അതിനുശേഷം പിന്നെ നിങ്ങൾ ഹോസ്പിറ്റലൊന്നും പോയിട്ടില്ല, നോക്കിയിട്ടില്ല, ഒരു പ്രയാസവും ഇല്ല. അതിനുശേഷം ഒരു പ്രയാസവും ഇല്ല. ഞാൻ ചോദിക്കുന്നത്, ഈ ഓക്സിജന്റെ സഹായം ഇല്ലാതെ ശ്വസിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു? ശ്വസിക്കാൻ പറ്റത്തില്ല. മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്സിജൻ സിലിണ്ടർ റൂമിലുണ്ടായിരുന്നു. ഓക്സിജൻ സിലിണ്ടർ റൂമിലുണ്ട്. എപ്പോഴും മാസ്ക് വെച്ചുകൊണ്ടായിരിക്കും. അങ്ങനെ ഇരുന്ന ആള് നമ്മുടെ സെൽ മീറ്റിംഗിൽ വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇപ്പൊ മാസ്കും അതിന്റെ ഒന്നും ആവശ്യമില്ല. കരങ്ങൾ അടിച്ചെല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞേ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു അത്ഭുത സാക്ഷ്യമാണ്. യേശുവിന്റെ അത്ഭുതങ്ങൾ ഇന്നും തീർന്നു പോയിട്ടില്ല. അവൻ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്നത്. നിഷ സിസ്റ്റർ തന്റെ ചെറിയമ്മയാണ്, ജ്യോതി എന്ന് പറയുന്നത് തന്റെ ചെറിയമ്മയാണ്. സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്: 3 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. ആൻജിയോഗ്രാം ചെയ്തു, 3നെ കണ്ടെത്തി. ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു, 2 റിമൂവ് ചെയ്തു. എന്നാൽ 1 സർജറി ചെയ്താലേ മാറ്റാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ സർജറി ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യമായി പോയി. ഷുഗർ അതുപോലെ കൂടി, അതുപോലെ സോഡിയം ലെവൽ താണു വന്നു. അങ്ങനെ ഒട്ടും ഒരു പാരലൈസ്ഡ് ആയ കണ്ടീഷൻ പോലെ, കിടപ്പിലാകുന്ന ഒരു അവസ്ഥ പോലെ ആയിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീടിനടുത്തോട് നടക്കുന്ന മീറ്റിങ്ങിൽ വന്നത്. നമ്മുടെ ചർച്ചിലുള്ള ജോൺ ബേറിന്റെ ലീഡേഴ്സ് കടന്നു വന്ന് പ്രാർത്ഥിച്ച സമയത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഓക്സിജൻ സിലിണ്ടറോട് കൂടെ ശ്വസിച്ചുകൊണ്ടിരുന്ന ആള് ഇപ്പൊ അതില്ലാതെ ശ്വസിക്കുന്നു. താൻ ആരോഗ്യത്തിലേക്ക് വന്നു. തന്റെ ശരീരത്തിൽ അത്ഭുത വിടുതലുണ്ടായി. അമ്മ നേരത്തെ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്യുന്നത് അമ്മയാണ്. എല്ലാം നന്നായി ചെയ്യാൻ തനിക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഒരു സാക്ഷ്യം കൂടി ഉണ്ട്. 1 മാസത്തിന്റെ മുന്നില് ടെറസിന്റെ മുകളിൽ തുണി ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി പോയി. അയ പൊട്ടിയത് എനിക്ക് അറിഞ്ഞില്ല. അപ്പൊ ഞാൻ അയലിങ്ങനെ തുണി ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അയ പൊട്ടി ഞാൻ മറ്റ മനുഷ്യ വീണു, മറിഞ്ഞു വീണു, ഒന്നുമില്ലാത്ത അവസ്ഥയായി. അപ്പോഴേക്ക് ഓടി വന്ന് നാട്ടിന്റെ മോള് കൈപൊക്കി എടുത്തിട്ട് എന്താണ് പറഞ്ഞ് കേട്ടിട്ട് ചോട്ടിൽ ഇറക്കി കൊണ്ടുവന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോണാ കേട്ടപ്പോൾ കുറച്ച് നേരം നോക്കിക്കഴിഞ്ഞിട്ട് പോകാം, എന്താ വേണ്ടത് നോക്കാ പറഞ്ഞു. അപ്പോൾ എല്ല് പൊട്ടിയിട്ടുണ്ടാകും, ചതവും ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പൊ പിന്നെ നോക്കുന്ന സമയത്ത് അപ്പിന് വേദനയില്ല. ഞാൻ യേശുപ്പനെ തന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഡോക്ടർ പോയില്ല, ഹോസ്പിറ്റലിൽ പോയില്ല. അപ്പൊ ഞാൻ മകളോട് അടുത്ത് ചേച്ചിയുണ്ട്, ചേച്ചിയുടെ അടുത്ത് എനിക്ക് അയാൾ ഹോസ്പിറ്റലിൽ ഞാൻ ആദ്യം ഒരു കാര്യത്തിന് പോയിട്ടുണ്ടായിരുന്നു. ആ അഡ്രസ്സ് ഒന്ന് തരുമോ, ഫോൺ നമ്പർ എനിക്ക് നാളേക്കൊന്ന് വിളിച്ചിട്ട് ബുക്ക് ചെയ്യാനാണ്, പോകണം പറഞ്ഞ് ചേച്ചിയോട് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല അപ്പോൾ എന്ന് പറഞ്ഞിട്ടിരുന്നു. അപ്പൊ ഭർത്താവ് എന്താ അത് ചെയ്യേണ്ടത് ഞമ്മ എന്ന് പറഞ്ഞ് ആലോചിച്ചിരുന്നു. ഞാൻ രാത്രിയും പകലും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഒന്നും തന്നെ ഉണ്ടായില്ല. മോളെയും കണ്ടു. മോളെ കണ്ടിട്ട് എന്ത് പറഞ്ഞു, മോളെ എനിക്കിങ്ങനെയാണ് പറഞ്ഞു ബ്രദറെ, ഇതുപോലെയാണ് ഞാൻ ടെറസിന്റെ മേലെ തുണി ഉണങ്ങാൻ ഇടുമ്പോൾ ഞാൻ വീണു. അപ്പൊ എനിക്ക് ഭയങ്കര വേദനയാണ്, ഡോക്ടറോട് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടറോടൊന്നും പോവണ്ട, നമ്മുടെ അപ്പനാണ് ഏറ്റവും വലിയ ഡോക്ടർ. ഒരു എണ്ണ എടുത്ത് കൈ വെച്ച് എന്തുവായിരുന്നു പ്രയാസം? വീണതിന് ഇടുപ്പ് വേദന, സഹിക്കാൻ പറ്റാത്ത ഇടുപ്പ് വേദന.
മാറ്റണില്ല. അപ്പൊ മേല് കുത്തിയിട്ടാണ് പുറകടിച്ചിട്ടാണ് വീണത്. അപ്പൊ ഞാൻ പറഞ്ഞു എണ്ണ എടുത്തിട്ട് അപ്പനെ വിചാരിച്ച് തേച്ചാൽ അത് അപ്പം മാറും, ഡോക്ടർക്ക് കാശ് കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. വീട് അടുത്താണ്, അമ്മയുടെയും എൻ്റെ വീട് അടുത്തടുത്താണ്, കല്യാണം കഴിച്ചു കൊടുത്ത അടുത്താണ്. അപ്പൊ എന്നോട് എന്തുണ്ടെങ്കിലും വരും, വീട്ടിലേക്ക് വന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇത് ചെയ്യണ്ട, എണ്ണ തേച്ചാൽ മതി, കർത്താവിനെ വിശ്വസിച്ച് ചെയ്യാം. ഒരു ഡോക്ടറോടും പോയില്ല, ഒരു എക്സ്റേയും എടുക്കേണ്ടി വന്നില്ല, അത് പൂർണ്ണമായി സൗഖ്യമായി. കൈകൾ അടിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞേ. സത്യം പറഞ്ഞാൽ അമ്മ ആദ്യം പറഞ്ഞ മേജർ ഹീലിംഗ് അത് ചെയ്ത യേശുവിന് പിന്നെ എന്താ ചെയ്യാൻ പറ്റാത്തത്? ഹല്ലേലൂയ. അമ്മ പ്രാർത്ഥനയിൽ അമ്മയുടെ ശ്വാസകോശം നോർമലിലേക്ക് വന്നു, അമ്മയുടെ ആരോഗ്യം നോർമലിലേക്ക് വന്നു, പിന്നീട് ആശുപത്രി പോകേണ്ടി വന്നില്ല. വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അമ്മയും സിസ്റ്ററും നമ്മുടെ മുമ്പിൽ സാക്ഷ്യം പറയാനായിരിക്കുന്നത്. ഈ യേശു ഇന്നും ജീവിക്കുന്നു. ജീവനുള്ള സാക്ഷ്യവുമായിട്ടാണ് ജ്യോതി സിസ്റ്ററും നിഷ സിസ്റ്ററും നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഈ സാക്ഷ്യം നിങ്ങളെ ചിന്തിപ്പിക്കുവാനിടയായെന്നാണ്. നമുക്കറിയാം, അറ്റാക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയമുള്ളതാ, പേടിയുള്ളതാ, ഒരു ഭാഗ്യപരീക്ഷണം പോലെ എല്ലാവരും കാണുന്ന ഒന്നാ. ഒരുപക്ഷെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഒരുപക്ഷെ ജീവൻ പോയി. എന്നാൽ കർത്താവിൻ്റെ കരം നോക്കിക്കോ, ഒരു വ്യക്തിയെ അതിൽ നിന്ന് കർത്താവിൻ്റെ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കൈവിട്ട സ്ഥിതിയിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളോടും കർത്താവ് ചിലത് സംസാരിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത സാക്ഷ്യം പങ്കുവെക്കുന്നത് സവിതയാണ്. ഈ സിസ്റ്റർ പറയുന്നത് 15 വർഷമായി താൻ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. പല പ്രാവശ്യം താൻ ദർശനത്തിൽ വീടൊക്കെ കണ്ടുവെങ്കിലും അതിലേക്ക് തനിക്ക് ചെല്ലുവാനായി കഴിഞ്ഞില്ല. കാരണം താൻ കടഭാരത്തിലും പ്രയാസത്തിലുമായിരുന്നു മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ താൻ ചർച്ചിലേക്ക് കടന്നു വന്ന സമയത്ത് ബ്രദർ അസിസ്റ്റനോട് ദൂത് പറഞ്ഞു 2025 മുമ്പ് സ്വന്തമായ വീട് ഉണ്ടാകുമെന്ന്, തൻ്റെ കടഭാരം നീങ്ങുമെന്ന് പറഞ്ഞു. പക്ഷേ അതൊരിക്കലും തന്നെ മുൻപിൽ വിശ്വസിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായ ഒരു അത്ഭുതമായിരുന്നു. എന്നാൽ ഈ സിസ്റ്റർ ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് തൻ്റെ അടുത്ത് ഒരു ബ്രോക്കർ വരുവാനും താൻ ദർശനത്തിൽ കണ്ടതുപോലെ ഒരു വീട് കൊണ്ടുപോയി കാണിക്കുവാനും അതിനെ സ്വന്തമാക്കുവാൻ തക്കവണ്ണം കർത്താവ് തന്നെ നടത്തിയ ആ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മുൻപിലായിരുന്ന എല്ലാ കടബാധ്യതയും തീരുവാനിടയായി തീർന്നു. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഭവനമില്ലാത്ത ചിലർ കൂടെ ഭവനത്തിലേക്ക് വരട്ടെ. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. 18 വർഷമായിട്ട് വാടകയ്ക്കായിരുന്നു. 8-9 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കട ഉണ്ടായിരുന്നു. ജോൺ ബ്രദർ പറഞ്ഞു 2025 പൂർത്തിയാകുന്നതിന്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് വീടും സ്ഥലം കടബാധയിൽ നിന്ന് പൂർണ്ണ വിടുതലാകുമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന സമയത്തിൽ എനിക്കൊരു റോസ് കളർ പെയിന്റ് അടിച്ച ഒരു വീടിന്റെ ഒരു രൂപം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കുന്നുണ്ട്. ഇത്രയും ലക്ഷം കൊടുത്ത് നമുക്ക് വീട് വാങ്ങാനുള്ള കഴിവൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരികെ പോയി. ഇടുക്ക് വഴി കൂടെ നീ കടക്കാൻ ശ്രമിക്കതേ, ഞാൻ നിന്റെ കൂടെ ഇല്ല, നീ എന്തിനാ ഭയപ്പെടുന്നതെന്ന് എൻ്റെ ഉള്ളിൽ എന്നോട് പറയാൻ തുടങ്ങി. ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കണത്. ദൈവം എന്താ തരുമെന്ന് നമ്മൾ പറയരുത്, എന്താ ചെയ്യാതിരിക്കാന്നേ നമ്മൾ ആലോചിക്കാൻ പാടുള്ളൂ. നമ്മുടെ നടുവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി കടന്നു വന്നിരിക്കുന്നത് പ്രിയ സവിത സിസ്റ്ററാണ്. സിസ്റ്ററുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയൊരു നന്മയെക്കുറിച്ച് പറയാനാണ്. തനിക്ക് ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട ഭവനം നടക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവം പല വഴികൾ തുറന്ന് തന്നെ നടത്തിയൊരു സാക്ഷ്യവുമായിട്ടാണ് സിസ്റ്റർ ആയിരിക്കുന്നത്. സവിത സിസ്റ്ററെ പറയാമോ, എത്ര നാളുകൊണ്ട് നമ്മുടെ ചർച്ചിൽ വരുന്നുണ്ട്? 2018 മുതലാണ് വരാൻ തുടങ്ങിയത്. 2018 തൊട്ട് വരുന്നുണ്ട്. എവിടെ നിന്നാണ് സിസ്റ്റർ വരുന്നത്? ഞാൻ കല്ലടിക്കോടുന്നാണ്. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ മീറ്റിങ്ങിന് വരാനിടയായത്? അത് ഹസ്ബൻഡിന്റെ അനിയന്റെ ഭാര്യയാണ് നിർബന്ധിച്ചിട്ട് ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. ഹസ്ബൻഡിന്റെ അനിയന്റെ വൈഫാണ് സന്ധ്യ സിസ്റ്റർ എന്ന് പറയും. തൃശ്ശൂർ ചർച്ചയിലാണ് അവൾ വർക്ക് ചെയ്യണത്. അപ്പോൾ ഞാൻ 8-9 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കട ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് ഇങ്ങനെ വീട് 18 വർഷമായിട്ട് വാടകയ്ക്കായിരുന്നു. ബാങ്കുകാരെ കൊണ്ടും പിന്നെ ലോണും കാര്യങ്ങളൊക്കെ വളരെ പ്രയാസത്തിലായിരുന്നു. എത്ര വർഷം വാടകയ്ക്കായിരുന്നു പറഞ്ഞേ? 18 വർഷം വാടകയ്ക്കായിരുന്നു. അപ്പൊ കഴിഞ്ഞ 2024 ഞങ്ങൾക്ക് പാലക്കാട് തന്നെ ഒരു പബ്ലിക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞങ്ങൾ കടന്നു വന്നപ്പോൾ ജോൺ ബ്രദർ പറഞ്ഞു 2025 പൂർത്തിയാകുന്നതിന്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് വീടും സ്ഥലം മറ്റേ കടബാധയിൽ നിന്ന് പൂർണ്ണ വിടുതലാകുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് കരഞ്ഞുകൊണ്ടായിരുന്നെങ്കിലും ബ്രദർ അങ്ങനെ പറഞ്ഞ കാര്യം ഞാനത് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങള് അങ്ങനെ അന്ന് അതിന്റെ പിറ്റേ ദിവസം
ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഞാൻ 6 മണിയോടെ പുറത്തേക്ക് വന്നപ്പോൾ ബ്രോക്കർ വന്ന് പറഞ്ഞു ഇതുപോലെ ഒരു വീട് സ്ഥലമുണ്ട്, നിങ്ങൾ വന്ന് നോക്കണമെന്ന് ചോദിച്ച്. അതിൻ്റെ മുന്നേ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തിൽ എനിക്കൊരു റോസ് കളർ പെയിന്റ് അടിച്ച ഒരു വീടിൻ്റെ ഒരു രൂപം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കുന്നുണ്ട്. അത് 1-2 വട്ടമല്ല, ഒരു 2-3 പ്രാവശ്യം എന്നെ തോന്നിപ്പിച്ചു. പിന്നെ ഞാൻ ആ വീടൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് പോയി കണ്ടതാണ്. ആദ്യം ഞാൻ ആ വീടിൻ്റെ കളറ് ഞാൻ ഓർത്തില്ല. പിന്നെ ഞാൻ വേണ്ട ഇത്രയും 13-14.5 ലക്ഷം രൂപയോളം അവർ പറയുന്നുണ്ട്. ഇത്രയും ലക്ഷം കൊടുത്ത് നമുക്ക് വീട് വാങ്ങാനുള്ള കഴിവൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരികെ പോയി. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ തന്ന പ്ലെയിനും കളറല്ലേ, നിനക്ക് ഇതെന്താ നീ വിട്ടിട്ട് നീ പോണത്? അപ്പം ഇടുക്ക് വഴി കൂടെ നീ കടക്കാൻ ശ്രമിക്കരുത്, ഞാൻ നിൻ്റെ കൂടെ ഇല്ല, നീ എന്തിനാ ഭയപ്പെടുന്നതെന്ന് എൻ്റെ ഉള്ളിൽ എന്നോട് പറയാൻ തുടങ്ങി. ഞാനത് പൂർണ്ണമായി വിശ്വസിച്ചു. ഞാൻ ബാങ്കിൽ പോയിട്ട് എൻ്റെ മോളുടെ ഒരു ഫണ്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ കുറച്ച് പൈസ കൂട്ടിത്തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ 5000 രൂപ തരാമെന്ന് പറഞ്ഞ് 5000 രൂപ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ആദ്യം ഒരു ചെറിയൊരു എഗ്രിമെൻ്റ് എഴുതി. പിന്നെ ഈ മാസം 18-ാം തീയതി ആഗസ്റ്റ് 18-നാണ് രജിസ്ട്രേഷൻ വെച്ചിരിക്കുന്നത്. ഒരു കട ഇല്ലാണ്ട് തന്നെ ഞങ്ങൾക്ക് ആ സ്ഥലം വീട് കയ്യിലേക്ക് ദൈവം കൊണ്ടുതന്നു. ഒരു കടവും ഇല്ലാതെ തന്നെ ആ വീട് കൈകളിലേക്ക് വന്നു ചേർന്നു എന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. സിസ്റ്റർ ഒരു ദർശനം കണ്ടിട്ടുണ്ടായിരുന്നു, ഒന്നല്ല പലവട്ടം സിസ്റ്ററിൻ്റെ അകത്ത് ഒരു റോസ് പെയിന്റ് അടിച്ചൊരു വീട് ദർശനത്തിൽ കാണുമായിരുന്നു. അതുപോലെ തന്നെ ജോൺ ബ്രദർ പറഞ്ഞിരുന്നു 2024 നടന്ന പബ്ലിക് മീറ്റിംഗിൽ 2025 പൂർത്തിയാകുന്നതിന് മുമ്പ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. എന്നാൽ സവിത സിസ്റ്ററിന്റെ വിശ്വാസം വലുതായിരുന്നു, അത് അങ്ങനെ തന്നെ ഏറ്റെടുത്തു. ഇപ്പോൾ സിസ്റ്റർ പറയുന്നത് കടമില്ലാതെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വീട് ലഭിച്ചെന്നാണ്. ഈ മാസം 18-ാം തീയതി അതിന്റെ രജിസ്ട്രേഷൻ വെച്ചിരിക്കുകയാണ്. കരങ്ങൾ അടിച്ചു ചേർന്ന് എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്തേ. സിസ്റ്ററെ, വലിയ കാര്യമാണ് കർത്താവ് ചെയ്തത്. പിന്നെ വേറൊരു സാക്ഷ്യം കൂടി ഉണ്ട് ബ്രദറെ, എഴുതിയിട്ടില്ല. എനിക്ക് ഗ്യാസ് ഉപയോഗിക്കാൻ ഭയങ്കര പേടിയാണ്. ഗ്യാസ് ഉപയോഗിക്കാൻ പേടിയാണ്. പക്ഷെ ഞങ്ങളുടെ വീട്ടിലേക്ക് പുതിയതായിട്ട് ഗ്യാസ് കൊണ്ടുവന്നു. അപ്പൊ ചേച്ചിയുടെ മകള് വീട്ടിലുണ്ടായിരുന്നു, ഹസ്ബൻഡ് അവിടെ നിന്ന് വേറെ സ്ഥലത്തിലേക്ക് ഇങ്ങനെ പണിക്ക് പോയിരുന്നായിരുന്നു. അപ്പൊ വീട്ടിലാരും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ രാവിലെ പുലർച്ചെ എണീച്ചിട്ട് ചായ വെക്കാൻ നോക്കിയതാണ്. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര ജലദോഷമായിരുന്നു. പക്ഷെ ഇവള് 3 മണിക്ക് എണീച്ചിട്ട് ഗ്യാസ് ഓപ്പൺ ആക്കി ഇട്ടിരിക്കുക. ഇതെനിക്ക് അറിയില്ല, മൂക്കടപ്പ് കാരണം കൊണ്ട് അതിന്റെ സ്മെല്ല് എനിക്ക് അറിഞ്ഞില്ല. അങ്ങനെ ഞാൻ അന്ന് 2 ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ ഗ്യാസ് സിലിണ്ടർ വാങ്ങിയിട്ട്. അതുകൊണ്ട് ഒരുപാട് നേരം അടിച്ചു നോക്കിയിട്ട് ഇത് കത്തണില്ല. അപ്പൊ തൊട്ടടുത്തുള്ള അമ്മച്ചി രാവിലെ പാല് കറക്കാൻ വേണ്ടി വരും. അവർക്ക് ഗ്യാസിനെ കുറിച്ച് ഒരുപാട് അറിയുന്ന ആൾക്കാരാണ്. ഞാൻ പോയി പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് നോക്കാന്ന് പറഞ്ഞപ്പോൾ വീട് മുഴുവനും ഗ്യാസ് ഫ്രെഡായി കിടക്കുകയാണ്. ഇത് ഞാൻ കത്തിക്കുന്നതും വെടിക്കുന്നതും ഒരുപോലെ ആയിരിക്കും. അപ്പൊ എന്നെ അമ്മച്ചി വേഗം പുറത്താക്കിയിട്ട് വാതിലൊക്കെ തുറന്ന് ജനവാലൊക്കെ തുറന്നിട്ടിട്ട് പറഞ്ഞ് ഇത് എത്ര നേരം ഗ്യാസ് ഇങ്ങനെ തുറന്ന് കിടന്നിട്ട്. അതിന്റെ ശേഷം വീണ്ടും ഞാൻ അതേ സിലിണ്ടർ കൊണ്ട് അടിച്ച് ഗ്യാസൊക്കെ പോയതിന്റെ ശേഷം അടിച്ചു നോക്കിയപ്പോ പിന്നെ പാകം പോലെ കത്താൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചത് കേടായിരിക്കും എന്ന് പറഞ്ഞ് വലിച്ചെറിയാൻ നോക്കിയതാണ്. പക്ഷെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കണത്. എനിക്കത് സിസ്റ്റർ പറയുന്നത് വലിയൊരു അപകടമാണ് സംഭവിക്കാനിരുന്നത്. പക്ഷെ ദൈവം അത്ഭുതകരമായിട്ട് കരുതി. ബൈബിൾ പറയുന്നു, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നമ്മെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പന കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളെ പരിപാലിക്കുന്നവൻ അവൻ ഉറങ്ങുന്നില്ല, അവൻ മയങ്ങുന്നില്ല, രാവും പകലും നമ്മെ പരിരക്ഷിക്കുന്ന ഒരു നല്ല സ്വർഗ്ഗമാണ് ഉള്ളത്. സിസ്റ്റർ യേശുവിനെ വിശ്വസിച്ചു, ജീസസ് വേൾഡിൽ കടന്നു വന്നു, ആരാധിച്ചു. ഒരിക്കലും തകർന്നു പോകാനുള്ള ഒരു സാഹചര്യം ദൈവം അനുവദിച്ചില്ല. അതുകൊണ്ടാണ് ഇന്ന് ആരോഗ്യത്തോടെ ബലത്തോടെ നമ്മുടെ നടുവിലിരുന്ന് സാക്ഷ്യം പറയുന്നത്. ഒത്തിരി കടങ്ങളും ഉണ്ടായിരുന്നു അല്ലേ സിസ്റ്റർ? 7 ലക്ഷത്തിന് മുകളിൽ കടം ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് എവിടെ ചെന്നാലും ഞങ്ങളിങ്ങനെ പരിഹസിച്ച ആൾക്കാർ പറയത്തുള്ളൂ, ഒന്നുമില്ലാത്ത നിങ്ങൾ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് വീട് വാങ്ങുമോ, സ്ഥലം വയ്ക്കുക. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു 3 സെന്റ് സ്ഥലം വാങ്ങാൻ. അത്രയ്ക്ക് മതി യേശുവേ. ഞാൻ മരിച്ചു പോയാലും എൻ്റെ ഹസ്ബൻഡ് പോയാലും മക്കൾ 3 പേര് തെരുവിലായി എന്ന് ആരും പറയില്ലല്ലോ. അങ്ങനെ ദൈവം എനിക്ക് എങ്ങനെ കിട്ടിയത്, എവിടെ നിന്ന് കിട്ടിയതൊന്നും എനിക്ക് പറയാം. പക്ഷെ അത് എൻ്റെ ദൈവം അല്ലാണ്ട് വേറെ ആരും പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല. 15 ലക്ഷം രൂപയുടെ സ്ഥലം ഇന്ന് 14 ലക്ഷത്തിന് രജിസ്ട്രേഷനാണ് ഈ 18-ാം തീയതി. അത് ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം. പിന്നെ എൻ്റെ മക്കൾക്ക് ഒരുപാട് വിടുതൽ തന്നിട്ടുണ്ട്. ദൈവം എന്താ തരുമെന്ന് നമ്മൾ പറയരുത്, എന്താ ചെയ്യാതിരിക്കാന്നേ നമ്മൾ ആലോചിക്കാൻ പാടുള്ളൂ. അപ്പൊ എൻ്റെ വീട്ടിൽ ദൈവത്തെ ആ കർത്താവിൻ്റെ ഒരുപാട് സാന്നിധ്യം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ എന്നെ കൊണ്ട് അനേക വ്യക്തികളെ ഞാൻ ചർച്ചയിലേക്ക് കൊണ്ടുവരും. എൻ്റെ ദൈവം എന്നെ കൊണ്ട്
ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഞാൻ ചെയ്തു തീർക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അത് നാളെ ഞാനും ഇവിടെ ഇരുന്ന് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ടെൻഡൻസി കൂടി എനിക്ക് ദൈവം തരട്ടെ എന്ന് ഞാൻ താഴ്മയോടെ അനേകരോട് സിസ്റ്റർ സവിത സിസ്റ്റർ തൻ്റെ സാക്ഷ്യം പറയുകയും അത് അനേകരെ ബലപ്പെടുത്തുകയും ചെയ്തു. അനേകരെയും കൊണ്ടാണ് സിസ്റ്റർ ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. സിസ്റ്റർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. എൻ്റെ കടഭാരങ്ങൾ മാറ്റി 15 ലക്ഷം രൂപയുടെ ഭവനം 14 ലക്ഷം രൂപയ്ക്ക് തനിക്കൊരു കടമില്ലാതെ അത് ലഭിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പം ഒത്തിരി വലുതാണ്. ആ യേശു ഇന്നും ജീവിക്കുന്നു. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടാൻ വേറെ ഒരു നാമവും തന്നിട്ടില്ല. അവന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ലെന്ന് വചനം പറയുന്നു. സിസ്റ്റർ നമ്മുടെ ചർച്ചിൽ കടന്നു വരികയും ജോൺ ബേറിനെ കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായി അനേകമായിരം സാക്ഷ്യങ്ങൾ സിസ്റ്ററിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാനിടയായി. നമ്മുടെ ജീവിതത്തിലെല്ലാം അതൊരു വലിയ ഉറപ്പും പ്രത്യാശയുമായി തീരട്ടെ. കർത്താവ് ചെയ്ത അത്ഭുതത്തിനായി നന്ദി പറയാം. ഭവനം നമുക്ക് വളരെ സന്തോഷമുള്ളതാണ്. നമ്മുടെ എല്ലാ വീടുകളും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് കംഫർട്ടായ സ്ഥലമാണ് നമ്മുടെ വീടെന്ന് പറയുന്നത്. എന്നാൽ വാടക വീട്ടിൽ വർഷങ്ങളോളം താമസിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം നമുക്കൊന്ന് നോക്കാം. ഞങ്ങളും കുറേ കാലം വാടക വീട്ടിലാണ് താമസിച്ചത്. അത് നമുക്ക് സ്വസ്ഥതയെ തരത്തില്ല. എത്ര കാലം അല്ലെങ്കിൽ എന്നൊരു വീടുണ്ടാവും എന്ന് നമ്മളെ ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അതിലൊരാളാണ് നിങ്ങളെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുകയാണ്, ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങളും പറഞ്ഞാട്ടെ, കർത്താവ് എനിക്ക് നൽകി തരുന്ന ആ വീടിനെ കുറിച്ചിട്ട് നിങ്ങളും ആ സ്വപ്നമൊന്ന് കണ്ടാട്ടെ. കർത്താവിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കാൻ പോകുന്ന ആ വലിയ നന്മയൊന്ന് കണ്ടാട്ടെ. അപ്പോൾ അതിനെ കാണുന്ന കുടുംബങ്ങളിൽ ഭവനമില്ലാത്തവർക്ക് ഭവനമുണ്ടാകട്ടെ. ഈ സവിത സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തതുപോലെ തങ്ങൾക്കൊരിക്കലും എങ്ങനെയാണ് ആ വീട് സ്വന്തമാക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല. അതേപോലത്തെ സാഹചര്യത്തിലായിരുന്നു ആയിരുന്നത്. അത് വാങ്ങുവാനുള്ള പണം തൻ്റെ കൈകളിലില്ലായിരുന്നു. ഇത്രയും വലിയൊരു വീട് എങ്ങനെ സ്വന്തമാക്കുമെന്ന് ചിന്തിച്ചു. പക്ഷേ അവർ പറയുന്നത് തൻ്റെ ലൈഫിൽ ദൈവം ചെയ്ത അത്ഭുതം അത്രത്തോളം വലുതാണ്. ഒരു കടം പോലും ഇല്ലാതെ തനിക്ക് ആ വീട് സ്വന്തമാക്കുവാൻ കഴിഞ്ഞു. ഇന്ന് എന്നെ കാണുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ, കർത്താവെ ഇവരുടെ വീട്ടിലെ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിലെ നന്മകൾ സ്വന്തമാക്കട്ടെ അപ്പാ. ഭവനമില്ലാത്തവർ ഭവനത്തിലേക്ക് വരട്ടെ കർത്താവെ. ചിലത് മുടങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നവർ ആ ശ്രേഷ്ഠ അനുഭവത്തിലേക്ക് വരട്ടെ അപ്പാ. തടസ്സമായി നിൽക്കുന്നവ നീങ്ങിപ്പോകട്ടെ അപ്പാ. ദൈവിക അനുഭവത്തിലേക്ക്, ദൈവിക അത്ഭുതത്തിലേക്ക് ഈ കുടുംബങ്ങൾ വരട്ടെ അപ്പാ. അവിടുന്ന് ചെയ്ത കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. ചില വസ്തുവകളെ ചിലർ സ്വന്തമാക്കട്ടെ, വാഹനങ്ങളെ ചിലർ സ്വന്തമാക്കട്ടെ, ബിസിനസ് സ്ഥാപനങ്ങളെ ചിലർ സ്വന്തമാക്കട്ടെ, നന്മകളിലേക്ക് കാലെടുത്ത് വെക്കട്ടെ അപ്പാ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. ഈ കുടുംബങ്ങളിൽ അവിടുന്ന് ചെയ്യുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ അത്ഭുതങ്ങളിൽ നമുക്ക് ഓരോ ദിവസവും ആകാം. ഗോഡ് ബ്ലെസ് യു.